നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെറോദയുടെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്തത് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേര് എൻ്റർ ചെയ്ത് ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ ഐഡിയും കാണാൻ സാധിക്കും. സെറോദയ്ക്ക് വേണ്ടിയിട്ടാണോ അത് സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് സ്റ്റേജാണ് വരുന്നത്. നമ്മളിവിടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്ക് ബോക്സ് തൊട്ട് താഴെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാട്ട് പ്രോഡക്റ്റ് യു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. അതിന് തൊട്ട് താഴെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും കമ്മോഡിറ്റീസും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സും സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേക്ക് നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. OTP എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മളിവിടെ 6 ഡിജിറ്റ് ഡിജി ലോക്കറിൻ്റെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട്. ഡിജി ലോക്കറിൽ നിന്ന് ആധാർ കാർഡും പാൻ കാർഡൊക്കെ ഡീറ്റെയിൽസ് എടുത്തോട്ടെ എന്ന്. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള സൈഡിലുള്ള ചെക്ക് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി സെറോദയ്ക്ക് ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ പാൻ കാർഡും അതുപോലെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത സ്റ്റേജ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജാണ്. ഫാദറിൻ്റെ നെയിം, മദർ നെയിം, മാരേജ് സ്റ്റാറ്റസ്, ആനുവൽ ഇൻകം, അതുപോലെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, എത്ര വർഷം പുതിയ ആളാണോ, എത്ര വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ജോലി, അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്, ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ, അതുപോലെ നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, അല്ല രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ളതാണ് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. നമുക്കിവിടെ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ IFSC കോഡും MICR അതുപോലെ അക്കൗണ്ട് നമ്പറും കൺഫർമേഷന് വേണ്ടി രണ്ടാമത് നമ്മൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഏത് ബാങ്ക് ആണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ബ്രാഞ്ചൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് വെബ് ക്യാം വെരിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെൽഫി എടുക്കണം. ആ ടൈമിൽ നമ്മൾ സ്പെക്സ് വെക്കുക, അതുപോലെ തൊപ്പിയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. ക്യാപ്ചറെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ വെബ് ക്യാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. നമുക്ക് സിഗ്നേച്ചർ, ഈ കറണ്ട് ടൈമിൽ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഈ കറണ്ട് ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ സൈഡിലുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ ഇൻകം പ്രൂഫ്, അത് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. അത് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫ് ആവശ്യം വരുന്നത്. നമുക്ക് ഇൻകം പ്രൂഫായിട്ട് നമുക്ക് ഈ സൈഡിൽ ഇപ്പം ഞാനൊന്നുകൂടെ കാണിച്ചില്ലെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നോമിനിയുടെ നെയിം, അതുപോലെ തന്നെ നോമിനിയുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ താഴെ കുറേ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ആൾ എത്ര ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോമിനിയുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അത് ഈസേനാണ്. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മൾ അത് കറങ്ങി തീരുന്നതോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൽ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളിവിടെ സൈൻ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ, യൂസിങ് ആധാർ കാർഡ്, നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ളൊരു ചെക്ക് ബോക്സ് നമുക്ക് കാണാം. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. നമ്മളിവിടെ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് തൊട്ട് താഴെയൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും. ആ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, നമുക്കിപ്പം ഒരു പേജ് കാണാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ യൂസർ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഈ യൂസർ ഐ ഡി നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ കൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂസർ ഐ ഡി ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സെറോദയുടെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.